ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചു വാവാസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അയിലക്കറി ആട്ടോ. അയിലമീൻ കറി വെക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ വരും കേട്ടോ മീൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്നാണ് ഞാൻ ഇവിടെ മീൻ വാങ്ങിയിരിക്കുന്നത്. ഇവിടെ 1 കിലോ മീനാട്ടോ വാങ്ങിയത്. ഇങ്ങനത്തെ മീനൊക്കെ തൂക്കി തന്നിട്ടുണ്ട്. മീൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നേരെ കഴുകിയിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും വരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ മീനൊക്കെ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പുളി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നമ്മളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ഒരു സബോള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി പെരുംജീരകം ഒന്ന് ഇത്തിരി ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സബോള നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇഞ്ചി ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി പുളി പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സബോളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കറിവേപ്പില പൊട്ടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇവിടെ. നമ്മളിവിടെ ഇതുവരെ നമ്മൾ മീൻ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് മീൻ കഷ്ണങ്ങളെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി മേലെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.